പറയട്ടെ. എന്തുവാടാ തങ്കം പറയട്ടെടി. നീ ഇങ്ങനെ എടുത്ത് ചാടി ഓരോന്ന് തീരുമാനിക്കല്ലേ. ഒന്നുമില്ല, നല്ല ഫാൻ, നല്ല കാറ്റെന്ന് പറയായിരുന്നു. സൂപ്പർ കാറ്റമ്മാ. ഇതെടുത്ത് അങ്ങോട്ട് വെക്ക്. എന്തിന്? ഇതിന് വേണ്ട. അല്ല കുട്ടി, അത് ഞാൻ തന്നല്ലേ, അത് ഇവിടെ ഇരുന്നോട്ടെ. ഒരു കംപ്ലൈന്റും ഇല്ല. ഈ ഫാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ പേരിൽ അമ്മാവന് വീട്ടിൽ കയറാൻ പറ്റാതിരുന്നേക്കും. അപ്പൊ ഗിരിജ പറഞ്ഞൊന്നും നിങ്ങൾ പറഞ്ഞു അതൊന്നും. ഗിരിജ എന്നുണ്ടായി എന്റെ ഫാൻ, അത് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ തരും. അതെന്തിനാ നിങ്ങൾ? അമ്മായി വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ. അമ്മായിക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനം ഇവിടെ വെക്കേണ്ട കാര്യമില്ല. അതെന്താ കുട്ടി നീ അങ്ങനെ പറഞ്ഞത്? അങ്ങനെയാ പറഞ്ഞതല്ലേ ഉള്ളു. അതെ ഇടോക്ക്, ഈ അമ്മായിയും ഈ സച്ചിയും കൂടിയിട്ട് നാളെ എന്റെ സ്വത്ത് മുഴുവൻ സച്ചിക്ക് എഴുതി വെക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കോ? അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല. എന്റെ സാധനം എനിക്ക് ഇഷ്ടമുള്ളത് തരും. ഇത് വെറുതെ ചെറിയ ബുദ്ധിമോശം കൊണ്ട് മനസ്സിലാക്കല്ലേ. ഞാൻ പറഞ്ഞു എവിടെ വെച്ചേ ഈ മനുഷ്യന് ഞാൻ പൈസ എണ്ണി കൊടുത്തതാ ഫാൻ മേടിക്കാൻ. അത് കൊണ്ടുവന്ന് കണ്ണി കണ്ട സ്ഥലത്ത് നീ എന്താ വിചാരിച്ചത്? കള്ളു കുടിക്കാനും പാർട്ടിക്ക് വേണ്ടിട്ടല്ലേ ആ പൈസ കൊണ്ടുവന്നത്, അല്ലാതെ പാർട്ടിയുടെ ഫണ്ടിലോട്ടൊന്നും വെച്ചതല്ലോ. എന്താവശ്യമുണ്ട്? അത് അവള് പറഞ്ഞത് കറക്റ്റാ. അവൻ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് സത്യം മനസ്സിലായത്. ഇതിപ്പോ കൊടുക്കാനുള്ള കാശ് കൊടുക്കാനാ പറഞ്ഞിട്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കിലോ അരി മേടിക്കാൻ പൈസ കൊടുത്തുവിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അടിച്ചു മാറ്റും. പച്ചക്കറി മേടിക്കാൻ കൊടുത്തുവിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അടിച്ചു മാറ്റും. ഇങ്ങോട്ട് ആരാ ഇവിടുത്തെ? ഈ കുടുംബത്തിൽ ആരാ ഇങ്ങോട്ട്? ഈ കുടുംബം നോക്കേണ്ട മനുഷ്യനല്ലേ? സത്യമാണ്. എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ എടുത്തോണ്ട് പോവാനായിട്ട് ഞാൻ ആരാ നിങ്ങളുടെ? ഇതിപ്പോ 2000 രൂപയല്ലേ, ഞാൻ നാളെ തരാന്നേ. നാളെ അല്ല, എനിക്ക് ഇന്ന് തരണം. ഇന്ന് രാത്രിക്ക് മുമ്പ് പൈസ എന്റെ കൈ കിട്ടിയില്ലെങ്കിലായിരിക്കും. ഒരു സ്ഥലത്തോട്ടും വെക്കണ്ട. ഞാൻ പറഞ്ഞാളിയാ, ഇത് കിടന്ന് ബഹളം വെക്കല്ലേ. ഞാനും കൊച്ചും ദേ ഇവിടെ കിടന്നോളാം കേട്ടോ. എന്തൊരു പിടിവാശിയാണ് അമ്മാവ ഇത്. നീ എന്നെ കാരണക്കാരൻ. അവള് പറഞ്ഞ കാര്യമില്ലേ, പാർട്ടിയിലോട്ടും കേന്ദ്രത്തിലോട്ട് മറിച്ചെന്ന് പറഞ്ഞിട്ട് പാർട്ടിക്ക് ചെലവാക്കിയിട്ട് വന്നേക്കണവൻ. അമ്മാവ നാളെ എനിക്ക് പൈസ കിട്ടുമ്പോ ഞാനത് നാളെ കൊടുക്കാം. ഇത് ഈ ഫാൻ ഇവിടെ വേണ്ട, ഞാൻ 2000 ഉറുപ്പിക്ക് വേറെ ഫാൻ മേടിക്കും. നാളെ മേടിച്ചു കൊടുക്കുമല്ലോ ഞാൻ. അവൾ ഇന്ന് വേണമെന്ന് പിടിവാശി കാണിച്ചിട്ടുണ്ട്. എങ്ങനെ ഇത് രാത്രി മനുഷ്യർ കിടന്ന് ഉറങ്ങണ്ടേ ഈ ചൂടത്ത്? ഇതിപ്പോ ശരിയാണ്. അപ്പൊ ഇന്ന നാളെ കൊണ്ട് അവന്റെ പൈസ കിട്ടുന്ന എങ്ങനെയാണ്? പൈസ നിന്ന് ഇപ്പൊ കൊണ്ടായി വരാൻ പൈസ കഷ്ടപ്പെടില്ല. അതെ നാളെ ഫണ്ട് വരുവളിയാ. ഫണ്ട് വരുവോ? ഇന്നത്തെ പ്രശ്നമുള്ളൂ, രാത്രി ഇന്നൊരു പ്രശ്നമേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവണ്ടേന്ന്. ഒരു കാര്യം ചെയ്യ്, അവളും മക്കളും ഇവിടെ കിടന്നുള്ളൂ. ഇവിടെ ഫാൻ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഫാൻ എടുത്തോണ്ട് അങ്ങ് പോവാം. അല്ല ഇതിപ്പോ വേണ്ട, അളിയും താഴെ കിടന്നോ. പിന്നെ ഫാൻ നമുക്ക് അവിടെ താഴെ സുലുവിന്റെ വീട്ടിൽ പോരു ഒഴിപ്പുണ്ട്. അതിനെ കാല് കയറി എടുത്ത് കിടണം. അപ്പൊ ചിറകിട്ടടിക്കും. അപ്പൊ നല്ല കാറ്റായിരിക്കും. ഇനി അത് പോരാന്നുണ്ടെങ്കിൽ നീ അൻസാറിനടുത്ത് പറഞ്ഞാൽ അത് പഞ്ചായത്തിന് 2 കോഴി കൊണ്ടുവരും. അതിനെയും കാല് കെട്ടി കിടുക. നല്ല അടിയായിരിക്കും. അതിന്റെ കാറ്റുണ്ടാതെ നീ പറഞ്ഞത് ശരിയാ. അങ്ങനെ ഇതാ ഇട്ടാ.